സുഹൃത്തുക്കളെ, പിവറ്റ് ടേബിളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. പിവറ്റ് ടേബിൾ തയ്യാറാക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് പിവറ്റ് ചാർട്ട് തയ്യാറാക്കുന്നതും ഒക്കെ നമ്മൾ കഴിഞ്ഞ 2-3 വീഡിയോകളിലായി മനസ്സിലാക്കി കഴിഞ്ഞു. സ്ലൈസർ ആഡ് ചെയ്യുന്നതിനെക്കുറിച്ചും സ്ലൈസർ മറ്റ് പിവറ്റ് ടേബിളുമായി കണക്ട് ചെയ്യുന്നതും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുവരെ നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇൻ്ററാക്റ്റീവ് ഡാഷ്ബോർഡ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിലും തുടർന്നുള്ള 1-2 ക്ലാസ്സുകളിലുമായി വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സമയപരിധി കാരണം ഓരോ വീഡിയോയും കൂടുതൽ സമയത്തേക്ക് നീട്ടാൻ ഉദ്ദേശിക്കുന്നില്ലാത്തത് കൊണ്ടാണ് ബ്രേക്കപ്പ് ചെയ്തുകൊണ്ട് ഈ ക്ലാസ്സുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പിവറ്റ് ടേബിളിനെ കുറിച്ച് മുന്നേ കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സുകൾ കണ്ട ശേഷം മാത്രം ഈ ഇൻ്ററാക്റ്റീവ് ഡാഷ്ബോർഡ് തയ്യാറാക്കുന്ന വീഡിയോ കാണണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ഇൻ്ററാക്റ്റീവ് ഡാഷ്ബോർഡ് എങ്ങനെ തയ്യാറാക്കാമെന്ന് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാം. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ മനസ്സിലാക്കിയതിൽ നിന്ന് ഒരു ഡാഷ്ബോർഡ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതിന് നമുക്ക് സ്ലൈസർ ആവശ്യമുണ്ട്. സ്ലൈസർ കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 6 ചാർട്ടുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. 6 ചാർട്ടുകളും 6 പിവറ്റ് ടേബിളുമായി ബന്ധപ്പെട്ടതാണ്. ഓരോ പിവറ്റ് ടേബിളും നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ സെയിൽസ് ഡാറ്റയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ഓരോ ചാർട്ടുകളും തയ്യാറാക്കിയത് വ്യത്യസ്ത ആവശ്യങ്ങൾക്കാണ്. ഇവിടെ നമുക്ക് സെയിൽസ് ട്രെൻഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഏത് സെയിൽസ് പേഴ്സൺ ആണ് ഓരോ മാസത്തെയും പെർഫോമൻസ് നമുക്ക് നോക്കാം. അതേപോലെ ഇത് ഫിൽട്ടർ ഒഴിവാക്കിയാൽ നമുക്ക് മൊത്തത്തിലുള്ള ഇയർലി പെർഫോമൻസ് നോക്കാം. ഇതേപോലെ ഇയർലി ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റും. ഓരോ പ്രോഡക്റ്റ് വൈസ് കാണാൻ പറ്റും. പിന്നെ ഓരോ റീജിയൻ വൈസ് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള ചാർട്ടുകൾ നമുക്ക് ലഭിക്കും. അതുകൊണ്ടാണ് ഇതിനെ ഒരു ഇൻ്ററാക്റ്റീവ് ഡാഷ്ബോർഡ് എന്ന് പറയാൻ കാരണം. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുന്നു. ഇത് ഓരോന്നും നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്, ഇത് തയ്യാറാക്കിയതിനേക്കാൾ ചില പോരായ്മകൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതെങ്ങനെ പരിഹരിക്കാം, അതൊക്കെയാണ് നമ്മുടെ ക്ലാസ്സിൽ വിശദീകരിക്കാൻ പോകുന്നത്. ഒരു ക്ലാസ്സിൽ തന്നെ വലിയ സമയം എടുത്തിട്ടാണ് നമുക്കിത് ചെയ്യേണ്ടി വരിക. അതുകൊണ്ട് ഇതിനെ നമ്മൾ ബ്രേക്കപ്പ് ചെയ്ത് വ്യത്യസ്ത ക്ലാസ്സുകളിലേക്ക് മാറ്റുന്നതാണ്. അപ്പോൾ ഓരോ ഘട്ടവും നിങ്ങൾ കാണുന്നതോടുകൂടി നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയത് എന്ന് മനസ്സിലാവും. ഡാഷ്ബോർഡ് തയ്യാറാക്കാനുള്ള സെയിൽസ് ഡാറ്റയാണിത്. ഏകദേശം 5000-ഓളം ഡാറ്റ ഉണ്ട്. നമുക്കൊന്ന് എൻഡിൽ പോയി നോക്കിയാൽ കാണാം. 5220 റോസ് ആണ് ഇതുള്ളത്. ഹെഡിങ് കൂടാതെയാണ്. കൺട്രോൾ ഹോം വർക്ക് നമുക്ക് വരാം. അപ്പോൾ അതിന് നമ്മുടെ പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ ഇതിനെ ഒന്ന് ഒരു ടേബിളായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. കൺട്രോൾ T അടിച്ച് ടേബിളായിട്ട് കൺവേർട്ട് ചെയ്തു. അതിൻ്റെ ഒരു ഗുണങ്ങളുണ്ട്. നമുക്ക് ഫിൽറ്റർ ബട്ടൺ ആവശ്യമില്ലെങ്കിൽ ഒഴിവാക്കാം. ടേബിൾ പ്രോപ്പർട്ടീസും ടേബിൾ കൊണ്ടുള്ള ഗുണങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ടേബിളിനെ കുറിച്ച് മാത്രം ചെയ്ത വീഡിയോയിൽ പരാമർശിച്ചിട്ടുണ്ട്. അത് കണ്ടു നോക്കാവുന്നതാണ്. ഇനി നമുക്കിവിടെ ഡാഷ്ബോർഡിൽ ഇയർ വൈസ് ആയിട്ടൊക്കെ വേണം. കാരണം ഇവിടെ ഇത്രയും വലുതാണ്. 2022 മാത്രം വേണം, 2023 വേണം. അപ്പോൾ ഇങ്ങനെ ഇതാണ് നമ്മുടെ പ്രോംപ്റ്റ് ആണിത്. ഈ സെയിൽസ് ട്രെൻഡ് ഓവർ ടൈം, അതേപോലെ ഇത്രയും ചാർട്ടുകളാണ് നമ്മൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഓരോന്നും നമുക്ക് വിശദീകരിക്കാം. ഒന്നാമതായിട്ട് നമുക്ക് ഫസ്റ്റ് ചാർട്ടിന് ആവശ്യമുള്ള കാര്യങ്ങൾ ഇവിടെ പറയാണ്. അപ്പോൾ എന്തായാലും ഇയർ വേണം, മന്തും വേണം. നമ്മുടെ ഡാറ്റയിൽ ഇവിടെ ഡേറ്റ് ആണുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിവിടെ അത് ക്രിയേറ്റ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളിവിടെ ഒരു റോ ഇൻസേർട്ട് ചെയ്യുന്നു. കൺട്രോൾ പ്രസ് അടിച്ചു, 2 റോ ഇൻസേർട്ട് ചെയ്തു. ഇതൊന്ന് റീനെയിം ചെയ്യാം. ഒന്നാമത്തെ നമ്മൾ മന്ത് എന്ന് കൊടുക്കുന്നു, രണ്ടാമത്തത് നമ്മൾ ഇയർ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇനി ഇവിടെ ഫിൽട്ടർ ചെയ്യണം. അതായത് ഇതിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. ഇത് ഡേറ്റ് ഇവിടെ ജനുവരി എന്ന് വരണം. ജനുവരിത്തെ ഡേറ്റ് ആയതുകൊണ്ട് മന്ത്. അപ്പോൾ അതിന് നമ്മൾ ഈക്വൽ ടു ഫോർമുല അപ്ലൈ ചെയ്യാൻ ടെക്സ്റ്റ് എന്നുള്ള ഫംഗ്ഷൻ കൊടുത്തു. ഇവിടെ സെലക്ട് ചെയ്തു. എന്തുകൊണ്ട് അറ്റ് ഡേറ്റ് സെൽ അഡ്രസ്സിന് പകരം ഇങ്ങനെ കാണിക്കുന്നതൊക്കെ നമുക്ക് ടേബിളിനെ കുറിച്ച് കണ്ടാൽ മനസ്സിലാവും. ഇനി ഡേറ്റ് ഫോർമാറ്റിന്റെ കാര്യങ്ങളും മന്ത് ഫോർമാറ്റ് ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട്. നമുക്ക് മുഴുവൻ കിട്ടാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഒരു കമാൻഡ് കൊടുക്കുന്നു, M എന്ന് കൊടുക്കുന്നു. അതാണ് അതിന്റെ ഫോർമാറ്റ്. M എന്ന് കൊടുത്തു. മന്ത് ഫുൾ നെയിം കിട്ടും. നമ്മൾ എൻ്റർ അടിക്കുന്നതോടുകൂടി നമുക്കറിയാം എല്ലാത്തിലും വന്നു. ജനുവരി താഴേക്ക് എത്തുമ്പോൾ ഫെബ്രുവരി, ഇങ്ങനെ 12 മാസം നമ്മൾ വന്നിട്ടുണ്ട്. നമ്മൾ കോപ്പിയോ ഡ്രാഗോ ചെയ്യേണ്ടി വന്നില്ല. ടേബിളിന്റെ ഒരു പ്രത്യേകതയാണ്. ഒരിക്കൽ കൂടി പറയുന്നു, ആ വീഡിയോ ഒന്ന് കാണുന്നത് നന്നായിരിക്കും. ഇനി ഇവിടെ ഈക്വൽ ടു നേരത്തെ അതേ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നു. ടെക്സ്റ്റ് എന്നുള്ള സെലക്ട് ചെയ്തു, കോമ കൊടുത്തു. ഇയർ ആയതുകൊണ്ട് നമ്മൾ വൈ 4 കൊടുത്താൽ 4 മുഴുവൻ ഇയേഴ്സും കിട്ടും. എൻ്റർ അടിക്കുക, അതും കിട്ടി. ഇത് നമുക്ക് പിവറ്റ് ടേബിളിന് ആവശ്യമായ മന്തും ഇയറും സ്ലൈസർ ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമാണ്. അതാണ് നമ്മളിവിടെ ഇപ്പൊ തയ്യാറാക്കിയിട്ടുള്ളത്.
അപ്പോൾ ഒന്നാമത്തേൽ നമുക്ക് ഓരോ ഹൗ ടോട്ടൽ സെയിൽസ് ഡെയിലി സെയിൽസ് വാരി ഫ്രം 2022 2025 ഇതാണ് നമുക്ക് തയ്യാറാക്കേണ്ടത്. ഇതിന് ലൈൻ ചാർട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു നിർദ്ദേശം മാനേജറുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഹൈ നിങ്ങളുടെ അപ്പർ അതോറിറ്റിയിൽ നിന്നോ കിട്ടുമ്പോഴാണ് നമ്മൾ ചാർട്ടും ഡാഷ്ബോർഡൊക്കെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിനനുസരിച്ച് വേണം ഉണ്ടാക്കാൻ. അങ്ങനെ 6 ചാർട്ടുകളാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചാർട്ടിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം വിശദീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻസേർട്ട് പിവറ്റ് ടേബിൾ ആണ്. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഡാറ്റയിലെ ഒരു സെല്ല് സെലക്ട് ചെയ്യണം. നമുക്ക് റേഞ്ച് ഒന്നും കാണിക്കേണ്ട കാര്യമില്ല, ടേബിൾ ആക്കിയതുകൊണ്ട്. ഇനി നമ്മൾ നേരെ ഇൻസേർട്ടിൽ പോയി ഇവിടെ പിവറ്റ് ടേബിൾ, ഇൻസേർട്ട് പിവറ്റ് ടേബിൾ എന്നുള്ള കൊടുത്തു. നമുക്കിവിടെ ഓക്കെ കൊടുക്കുന്നതോടുകൂടി നമുക്ക് വേണ്ടി ഒരു പിവറ്റ് ടേബിളിന്റെ ടെംപ്ലേറ്റ് വന്നു. നമുക്ക് അതിനൊന്ന് ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ടിടാം. ഇനി ഇവിടെ നമുക്കറിയാം ഒന്നാമത്തേൽ ഡേറ്റും വാല്യൂസ് സെയിൽസ് വാല്യൂസിലാണ് നമുക്ക് വേണ്ടത് റോസിൽ. പിവറ്റ് ടേബിളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഡ്രാഗ് ചെയ്തിട്ടാൽ മതി. നമ്മൾ ഡേറ്റ് ഡ്രാഗ് ചെയ്തിട്ടു. അതേപോലെ ഇവിടെ നമുക്കൊന്ന് താഴത്തേക്ക് ഇറക്കി കൊടുക്കാം. ടോട്ടൽ സെയിൽസും കൊടുക്കും. നമുക്ക് പിവറ്റ് ടേബിൾ ആയി. ഇനി പിവറ്റ് ടേബിളിന് ആവശ്യമായ പിവറ്റ് ടേബിൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പിവറ്റ് ചാർട്ട് നമ്മൾ തയ്യാറാക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ ലൈൻ ചാർട്ടാണ് തയ്യാറാക്കുന്നത്. ലൈൻ ചാർട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തു, ഓക്കെ കൊടുത്തു. ഇനി ഇതിനെ നമുക്ക് വേറെ ഇവിടെ മുഴുവനും ഈ ഷീറ്റ് 2 മുഴുവനും വ്യത്യസ്തമായ പിവറ്റ് ടേബിൾ ഇൻസേർട്ട് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ചാർട്ടിനെ നമ്മൾ ഒന്ന് ഫോർമാറ്റ് ഒക്കെ ചെയ്യണം. അതിന് ഇവിടുന്ന് ഇതിനെ മൂവ് ചെയ്യണം. മൂവ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. മൂവ് ചാർട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിനെ സെലക്ട് ചെയ്ത് ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ എക്സ് കട്ട് ആവും. എന്നിട്ട് നമുക്കൊരു പുതിയ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിൽ നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ വി എന്ന് പറഞ്ഞ് പേസ്റ്റ് ചെയ്തു. ഇനി ഇതിനാവശ്യമായ ഫോർമാറ്റിംഗ് ഒക്കെ നമുക്ക് വരുത്തണം. നമ്മളതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. നമുക്ക് ഡിസൈൻ സെലക്ട് ചെയ്യാം. നമ്മൾ ഇവിടെ നിന്ന് ഒരു ഡിസൈൻ സെലക്ട് ചെയ്തു. നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. നമ്മൾ ഡിസൈൻ സെലക്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഓരോ ഡേറ്റിന്റെ ആയതുകൊണ്ടാണ് ഇങ്ങനെ മെസ്സായിട്ട് കാണുന്നത്. നമ്മളത് സ്ലൈസറൊക്കെ ആഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ആവും. അപ്പോൾ അത് സെലക്ട് ചെയ്തു. ഇനി ടോട്ടലിന് നമുക്ക് ഇവിടെ മാറ്റി ഹെഡിങ് കൊടുക്കണം. ഹെഡിങ് കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് ഇവിടെയുള്ള ഹെഡിങ് എടുക്കാം. ഈ ഹെഡിങ് നമ്മൾ സെലക്ട് ചെയ്തു, കോപ്പി. ഇനി ഇവിടെ വന്നിട്ട് ഈ ടോട്ടൽ സെലക്ട് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാം. നമുക്ക് ഒന്നാമത്തെ ചാർട്ടായി. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കുറേ ചാർട്ടുകളും കുറേ പിവറ്റ് ടേബിളും ക്രിയേറ്റ് ചെയ്യാൻ പോകും. കുറച്ച് കഴിഞ്ഞാൽ നമുക്കത് കൺഫ്യൂഷൻ ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ചാർട്ടിന് പേര് കൊടുക്കണം. ചാർട്ട് അനലൈസ് എന്നുള്ളടത്ത് പോയിട്ട് ഇവിടെ ചാർട്ട് 1 എന്നാണുള്ളത്. ഈ ചാർട്ടിന് പേര് കൊടുക്കാം. നമ്മൾ പിവറ്റ് ടേബിളിന് പേര് കൊടുക്കണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സെയിൽസ് ട്രെൻഡ് എന്ന് തന്നെ കൊടുക്കാം. പിന്നീട് നമുക്കത് തിരിച്ചറിയാൻ നല്ലതാണ്. മറ്റേ പിവറ്റ് ടേബിൾ 1 2 3 ഇങ്ങനെ ഓർഡർ നമ്മൾ ഓർത്ത് വെക്കേണ്ടി വരും. സെയിൽസ് ട്രെൻഡ് കൊടുത്തു. ഇതേപോലെ തന്നെ നമ്മൾ പിവറ്റ് ടേബിളിനും ഒന്ന് റീനെയിം ചെയ്യുന്നത് നന്നാവും. പിവറ്റ് ടേബിൾ 1 എന്നാണ് ഇവിടെ ഉള്ളത്. ഇവിടെ എന്താണ്? ഇതും സെയിൽസ് ട്രെൻഡ് നമുക്ക് കൊടുക്കാം. പിവറ്റ് ടേബിളിന്റെ പേരും അങ്ങനെ തന്നെ കൊടുത്തു. അപ്പോൾ ഇതും ചാർട്ട് നമുക്ക് കൺഫ്യൂഷൻ ആവാൻ നോക്കാൻ പറ്റും. അപ്പോൾ ഈ ചാർട്ടിന്റെ ഒന്നാമത്തെ ഇത് നമ്മൾ ചെയ്തു. ഇനി നമുക്ക് മുമ്പ് പറഞ്ഞ പോലെ ഇവിടെ ഒഴിവാക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഹൈഡ് ഓൾ ബട്ടൺസ് കൊടുക്കാം. ഇനി ബാക്കി കാര്യങ്ങൾ നമ്മൾ സ്ലൈസർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ചാർട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് സ്ലൈസർ ആഡ് ചെയ്യണം. അപ്പോൾ അതിന് നമുക്കറിയാം ഇയേഴ്സ് വേണ്ടി വരും. മന്ത്ലി വൈസ് റിപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ടാവും. പിന്നെ അതേപോലെ റീജിയണൽ സെയിൽസ് കമ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് അത് വേണ്ടി വരും. പ്രോഡക്റ്റ് വൈസ് സെയിൽസ് നമുക്ക് നോക്കേണ്ടിയുണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട്. നമ്മൾ അതിനനുസരിച്ചുള്ള സ്ലൈസേഴ്സ് ആണ് ആഡ് ചെയ്യുന്നത്. സ്ലൈസർ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ പിവറ്റ് ടേബിൾ ക്ലിക്ക് ചെയ്യണം. നമ്മൾ ഇവിടെ വെച്ച് അനലൈസിൽ പോകുന്നു, സ്ലൈസർ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ഇവിടെ തന്നെ സെലക്ട് ചെയ്യാം. നമുക്ക് മന്തും ഇയറും അതേപോലെ റീജിയനും പ്രോഡക്റ്റും 4 സ്ലൈസർ നമ്മൾ ഒന്നിച്ച് സെലക്ട് ചെയ്തു. 4 എണ്ണം ഇവിടെ വരും. നമുക്ക് ഇതിനെ ഇവിടുന്ന് ചാർട്ട് അങ്ങോട്ട് മാറ്റണമല്ലോ. നമുക്ക് ഇതിനെ ഇവിടെ സെലക്ട് ചെയ്ത് ഓരോന്നിനെയും ഇതേപോലെ സെലക്ട് ചെയ്യാം. കൺട്രോൾ അമർത്തി സെലക്ട് ചെയ്യുമ്പോൾ എല്ലാം ഒന്നിച്ച് സെലക്ഷൻ ആവും. ഓരോന്നും സെലക്ട് ചെയ്യാം. ഈ ചിഹ്നം ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ മൗസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ 4 ക്രോസ് വരുമ്പോൾ കൺട്രോൾ അമർത്തിയിട്ട് ഓരോന്നും ഇങ്ങനെ ക്ലിക്ക് ചെയ്താലും സെലക്ഷൻ ആയി. കൺട്രോൾ എക്സ് അടിച്ച് കഴിഞ്ഞാൽ ഒക്കെ കട്ടായി. ഇത് നേരെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കൺട്രോൾ വി അടിച്ച് പേസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനെ ഓരോന്നിനെയും ഓരോ ഭാഗത്തേക്ക് പ്ലേസ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇതൊന്ന് മാറ്റാൻ നമുക്ക് സ്ലൈസർ സെലക്ട് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് സ്ലൈസർ സെലക്ട് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ടാബ് സ്ലൈസർ സെലക്ട് ചെയ്യുന്നതോടുകൂടി ഇവിടെ ഒരു പുതിയ ടാബ് വരും. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. ഇനി നമുക്ക് ഇതിനെ കോളം 2 കോളാക്കി മാറ്റി ഇതിനൊന്ന് ചെറുതാക്കാം. ഇനി ഇതിനെ നമുക്ക് ഇവിടെ വെക്കാം. ഇത് ഹാങ്കർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ സ്നാപ്പ് ടു ഗ്രിഡ് എന്നും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ടൊന്ന് പ്ലേസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇതിനെ പ്ലേസ് ചെയ്യാം.
സ്നാപ്ഡ് ഗ്രിഡ് ഉള്ളതുകൊണ്ടാണ് ശരിക്കും കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിൽ വെക്കണം. ഈ ഗ്രാഫ് ഒന്നും കൂടെ താഴത്തേക്ക് വേണ്ടി വരും. ഇനി നമുക്കത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തു. ഇനി ഇതേപോലെ തന്നെ ഇത് നമുക്ക് മന്തിനെ നമുക്ക് ഇതേപോലെ സെലക്ട് ചെയ്ത് സ്ലൈസർ പ്രോപ്പർട്ടി എടുക്കാം. 6 ആക്കി മാറ്റാണ്. ഇതിനൊന്ന് വലുതാക്കി കൊടുക്കണം. നമുക്ക് മാസം ഫുള്ള് കാണുന്ന വിധത്തിൽ ഇതിനെ വലുതാക്കാം. എല്ലാത്തിൻ്റെയും പേര് പൂർണ്ണമായും കാണുന്ന വിധത്തിൽ ഇതിൻ്റെ സൈസ് ഒന്ന് കൂട്ടി കൊടുക്കുക. ഇനി ഇതിനെ ഇവിടുന്ന് ചെറുതാക്കി കൊടുക്കുക. ഇതും ഇതേപോലെ ഇവിടെ വെക്കാം. ഇവിടെ ഇതിനെ നമുക്ക് ഇതേപോലെ സെലക്ട് ചെയ്ത് സ്നാപ്ഡ് ഗ്രിഡ് ഇത് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് പ്ലേസ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി റീജിയനെ നമുക്ക് ഇതേപോലെ കൃത്യമായി പ്ലേസ് ചെയ്ത് കൊടുക്കണം. സ്ലൈസർ റീജിയനെ നമ്മൾ 2 ആക്കി കൊടുക്കാം. സ്നാപ്ഡ് ഗ്രിഡ് എടുക്കുക. ഇവിടെയും ഒരേ സൈസ് നമുക്ക് ആക്കി കൊടുക്കാൻ പറ്റും. ഈ സ്നാപ്ഡ് ഗ്രിഡ് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഗ്രിഡ് ലൈൻ ഉണ്ടല്ലോ, ഈ ഗ്രിഡ് ലൈൻ അനുസരിച്ചിട്ടാണ് നിൽക്കേണ്ടത്. നമ്മളിങ്ങോട്ട് വലിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ പോയി നിൽക്കും. നമ്മളിവിടെ വെച്ചാലും ഇങ്ങനെ നിൽക്കൂല, ഇതിൻ്റെ ഇടയിൽ നിൽക്കൂല, കറക്റ്റ് ആയിട്ടുള്ള ഗ്രിഡ് ലൈനിലാണ് നിൽക്കുക. നമുക്കൊരു സൗകര്യം ഉണ്ട് ഇങ്ങനെ പ്ലേസ് ചെയ്യാൻ, എന്നാണ് പറയുന്നത്. അതേപോലെ ഇനി പ്രോഡക്റ്റും നമ്മൾ സ്ലൈസർ എന്നുള്ളതിൽ ടാബ് പോയി പ്രോഡക്റ്റിനെ നമ്മൾ 2 കോളാക്കി മാറ്റി. എന്നിട്ട് ഇതും സ്നാപ്സ് ടു ഗ്രിഡ് കൊടുത്തു ചെയ്യാം. ഇതിനെ നമുക്ക് ചെറുതാക്കി കൊടുക്കാം. അങ്ങനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഓരോ സ്ലൈസറും നമ്മൾ ഇതുമായി കണക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട് റിപ്പോർട്ട് കണക്ഷൻ എടുക്കുക. ഇവിടെ നമുക്ക് ഒറ്റൊന്നേ ഉള്ളൂ. അപ്പോൾ ഒരു ഇതെന്നാണ് നമ്മൾ ഉണ്ടാക്കിയെന്നുള്ളതുകൊണ്ട് അതിവിടെ ഓൾറെഡി കണക്റ്റഡ് ആണ്. ഇനിയിപ്പോൾ നമുക്ക് നോക്കി അറിയാം 2022 ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ അതിനനുസരിച്ച് ഇങ്ങനെ മാറ്റം വരും. ഈസ്റ്റിൻ്റെ മാത്രം ഗ്രാഫ് അതിനനുസരിച്ച് മാറ്റം വരുന്നത് കാണാം. ഇങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ സ്ലൈസറായിട്ട് കണക്ട് ചെയ്തു. ഇനി നമുക്ക് മറ്റ് ഗ്രാഫുകൾ കൂടി ചാർട്ടുകൾ കൂടി തയ്യാറാക്കേണ്ടതുണ്ട്. ഇവിടെ പ്ലേസ് ചെയ്യാം. പിന്നെ നമുക്ക് കൂടുതൽ സ്പേസ് കിട്ടാൻ വേണ്ടി നമ്മൾ ഈ റിബൺ ഒന്ന് ഹൈഡ് ചെയ്യാം. റിബൺ ഹൈഡ് ചെയ്യാൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഏതെങ്കിലും ഒരു ടാബ് എടുത്ത് ഇവിടെ നിന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഹൈഡായി നമുക്ക് കൂടുതൽ സ്പേസ്, വർക്കിംഗ് സ്പേസ് കിട്ടും. ഇനി നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴൊക്കെ ഇതിങ്ങനെ വരും. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഹൈഡാവും. നമുക്ക് ഫുള്ളായിട്ട് വ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഏതെങ്കിലും സെലക്ട് ചെയ്ത ടാബ് എടുത്തിട്ട് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ അത് ഫുൾ വ്യൂ വരും. വീണ്ടും ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, ഹൈഡ് ചെയ്യാം. സാധാരണ പിവറ്റ് ടേബിൾ നന്നായി പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. നമ്മൾ 6 പിവറ്റ് ടേബിളും അതിൻ്റെ ഗ്രാഫും അതിൻ്റെ ലിങ്കിങ് ഒക്കെ നമ്മൾക്ക് ഒരുപാട് സമയമെടുക്കുന്നുള്ളത് കൊണ്ട് നമ്മൾ പാർട്ടായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം ഈ കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ, ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഈ ഓരോ ചോദ്യത്തിനനുസരിച്ച് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം. അതുകൊണ്ട് കൂടുതൽ സമയമെടുക്കാതെ 10 മിനിറ്റ് 12 മിനിറ്റാണ് സാധാരണ നമ്മുടെ വീഡിയോ ഉണ്ടാവുന്നത്. അതിൽ കൂടുതൽ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മൾ വിശദീകരിക്കുന്നതാണ്. ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ടതിന് നന്ദി. നമ്മുടെ ഈ ഫയലിനുള്ള നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഫയലിൻ്റെ ലിങ്ക് നമ്മൾ സാധാരണ പോലെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് ഈ ആഴ്ചത്തെ ക്ലാസ് നിങ്ങൾ ശരിയായി പ്രാക്ടീസ് ചെയ്യുക. അടുത്ത തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ. താങ്ക് യു വെരി മച്ച്.